SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള ഒരു സീരീസാണ്. ഹിസ്റ്ററിയാണ് ആദ്യം നോക്കുന്നത്. ഇതുവരെ കുറച്ച് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനിപ്പിച്ചത് ഗുപ്ത പീരീഡിന് ശേഷം വരുന്ന കുറച്ച് പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റീസ് ആയിരുന്നു കഴിഞ്ഞ 14ാമത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും അവസാനിച്ചത് രാഷ്ട്രകൂടാസ് ആയിരുന്നു. പിന്നെ ഈ രാഷ്ട്രകൂടാസിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള മറ്റ് ഡൈനാസ്റ്റികൾ ചേർന്നിട്ടുള്ള അടുത്തത് ഒരു ടോപ്പിക്കാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. ഇന്ത്യയിലെ ഈ ഒരു 8th സെഞ്ചുറി പീരീഡിൽ ഇവിടെ ഈ കനോജിനെ സെൻറ്ററായിക്കൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ തമ്മിൽ നടക്കുന്ന ഒരു സ്ട്രഗിൾ, അതാണ് ട്രൈ പാർട്ടൈറ്റ്. ട്രൈ എന്ന് പറയുമ്പോൾ 3 പാർട്ടികൾ തമ്മിലുള്ള ഒരു സ്ട്രഗിൾ, അതാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. അഥവാ ഇനി മറ്റൊരു പേരിൽ വിളിക്കുന്നതാണ് ദ കനൗജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് 3 ആളുകൾ, ഈ ഗുജറാത്ത്, ഇന്ന് ഇന്ത്യയുടെ ഇത് ഗുജറാത്താണ്. ഈ ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പ്രതിഹാരാസ്, ഗുർജര പ്രതിഹാരാസ്, ബംഗാൾ പ്രൊവിൻസിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന പാലാസ്, അതുപോലെ സൗത്തിൽ, ഇന്ത്യയുടെ സൗത്ത് ഡക്കാൻ ഏരിയയിൽ വരുന്ന രാഷ്ട്രകൂടാസിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടർ ദന്തി ദുർഗ, പിന്നെ എല്ലോറയിലെ കൈലാസ ടെമ്പിൾ, കൃഷ്ണാദി ഫസ്റ്റ്. ഇപ്പോൾ രാഷ്ട്രകൂടാസിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നോക്കിയതായിരുന്നു. ഫൗണ്ടർ എന്ന് പറയുന്നത് ദന്തി ദുർഗ. അദ്ദേഹത്തിൻ്റെ മകനായ കൃഷ്ണ വണ്ണാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആൻസർ വരുന്നത് രാഷ്ട്രകൂടാസ് ആയിരിക്കും. അതിന് ശേഷം വരുന്ന കുറച്ച് റൂളേഴ്സ്. അപ്പോൾ ഇവർക്ക് തന്നെ കണ്ടംപററി ആയിട്ടുള്ള മറ്റ് ആ സമയത്തെ റൂളേഴ്സാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഗുർജർ പ്രതിഹാരാസും പാലാസും. അപ്പോൾ ഈ കനൗജ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതായത് ഇവിടെ നമ്മളെ ട്രേഡ് റൂട്ടുകളുണ്ട് ആ സമയത്ത്. അപ്പോൾ നോർത്തേൺ ട്രേഡ് റൂട്ട്, അതുപോലെ സദേൺ ട്രേഡ് റൂട്ടൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് കനൗജ്. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഈ 7th സെഞ്ചുറിയിലൊക്കെ നമ്മളെ ഹർഷവർദ്ധനൻ്റെ റൂളർ ഉണ്ടായിരുന്നു. അത് വർദ്ധന ഡൈനാസ്റ്റി. അവരുടെ ക്യാപിറ്റലായിരുന്നു ഈ പറയുന്ന കനൗജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രസ്റ്റീജ് ക്യാപിറ്റലായിട്ടും കൂടി ആ സമയത്ത് കനൗജ് അറിയപ്പെടുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു ഡൽഹി ആരാണ് ഭരിക്കുന്നത്, അവർക്ക് രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് പോയിൻ്റായിട്ട് ഒരു ക്യാപിറ്റലായിട്ട് ഡൽഹി ഉണ്ടല്ലോ. അതുപോലെ ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലാണ് കനൗജ്. അതുപോലെ തന്നെ ഒരു ഒരു ഇമ്പീരിയൽ പവറിൻ്റെ ഒരു സിമ്പിളായിട്ടും കനൗജ് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ ട്രേഡ്, പിന്നെ ഗംഗാ വാലിയിലെ ഇമ്പോർട്ടൻ്റ് ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനൗജിന് വേണ്ടിയിട്ട് ഈ 3 പേരും തമ്മിൽ നടത്തിയ ഒരു സ്ട്രഗിളാണ് കനൗജ് ട്രയാങ്കിൾ അഥവാ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഈ മാപ്പൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ലൊക്കേഷനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സൗത്ത് രാഷ്ട്രകൂടാസ്, ഈസ്റ്റിൽ ബംഗാൾ സൈഡിൽ പാലാസ്, ഇവിടെ ഗുജറാത്തിൻ്റെ ഏരിയയിൽ പ്രതിഹാരാസ്. അപ്പോൾ ഇങ്ങനെ 8th സെഞ്ചുറിക്ക് ശേഷം ഒരു 1-2 നൂറ്റാണ്ടുകൾ നടന്ന ഈ സ്ട്രഗിളിൽ ആദ്യത്തെ ആൾക്കാരെ രാഷ്ട്രകൂടാസ് കഴിഞ്ഞു. അടുത്തത് നോക്കുന്നത് ഗുർജർ പ്രതിഹാരാസ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, ഫൗണ്ടർ നാഗഭട്ട. ഗുർജർ പ്രതിഹാര ഫൗണ്ടർ നാഗഭട്ട. ക്യാപിറ്റൽ തുടക്കത്തിൽ ബീൻമൽ. അത് കനൗജിലേക്ക് ആൾക്കാർ ആ 2 നൂറ്റാണ്ടിലും പല ആളുകളും മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. പ്രതിഹാരാസിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലാണ് ബീൻമൽ. നാഗഭട്ടയ്ക്ക് ശേഷം വരുന്ന റൂളർ നാഗഭട്ട സെക്കൻഡ്. അപ്പോൾ ഇവരും പാൽ ഡൈനാസ്റ്റിയും തമ്മിലുള്ള ഡിഫീറ്റ് ചെയ്തത് ഈ ധർമ്മപാല എന്ന് പറയുന്നത് പാല ഡൈനാസ്റ്റിയിലെ റൂളറാണ്. അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തത് നാഗഭട്ട. ലേറ്റർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ രാഷ്ട്രകൂട റൂളർ ഗോവിന്ദ III. ഗുർജർ പ്രതിഹാരയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് മിഹിർ ഭോജ് എന്ന് പറയുന്നത്. ഏറ്റവും ഫൗണ്ടർ നാഗഭട്ട ഫസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂളർ മിഹിർ ഭോജ്. അപ്പോൾ ഈ സമയത്ത്, ഈ മിഹിർ ഭോജിൻ്റെ സമയത്ത് അവിടെ ഒരു അറേബ്യൻ സ്കോളർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സുലൈമാൻ. ഈ സുലൈമാനിൻ്റെ പുസ്തകങ്ങളിൽ എഴുതിയത് ഇദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ഡൈനാസ്റ്റി കള്ളന്മാരിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കാനുള്ള അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അറേബ്യൻ സ്കോളറായ സുലൈമാൻ ഏത് പ്രതിഹാര ഡൈനാസ്റ്റി റൂളറുടെ സമയത്താണ് അവിടെ സന്ദർശനം നടത്തിയെന്നുള്ളത്. ആൻസർ മിഹിർ ഭോജ്. സുലൈമാൻ വാസ് എൻ അറബ് ട്രാവലർ ഹു വിസിറ്റഡ് ഡ്യൂറിങ് ഹിസ് റെയിൻ, ഡിസ്ക്രൈബ്ഡ് ഹിസ് മിലിറ്ററി പവർ, റിച്ചസ് ആൻഡ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിന് ശേഷം വരുന്ന റൂളറാണ് മഹേന്ദ്രപാൽ.
ഈ മഹേന്ദ്രപാലും പ്രീവിയസ് ഇയറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ ഇതിലെ ഈ പാല് എന്നുള്ളത് ചിലപ്പോൾ ഡൗട്ട് വരും, പാല ഡൈനാസ്റ്റിയിലെ ആണോ എന്നുള്ളത്. അപ്പോൾ മഹേന്ദ്രപാൽ എന്നുള്ളത് പാൽ ഡൈനാസ്റ്റി അല്ല, ഗുർജർ പ്രതിഹാരാസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് ഈ ഡ്രമാറ്റിസ്റ്റും പോയറ്റും കൂടിയായ രാജശേഖര ഏത് റൂളറുടെ പീരീഡിലാണ് ഉണ്ടായിരുന്നതില്ലത്. ഇപ്പോൾ രാജശേഖര എന്ന് പറയുന്നത് മഹേന്ദ്രപാലിൻ്റെ കോട്ട് പോയറ്റിൻ്റെ പേരാണ്, രാജശേഖര. അതുപോലെ തന്നെ മഹേന്ദ്രപാൽ എന്ന് പറയുന്നത് പാൽ ഡൈനാസ്റ്റി അല്ല, പകരം പ്രതിഹാരാസാണ്, ഗുർജർ പ്രതിഹാരാസാണ് മഹേന്ദ്രപാൽ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഓർമ്മിക്കേണ്ട പോയിന്റ് ഫൗണ്ടർ നാഗഭട്ട്, അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട റൂളർ മിഹിർ ഭോജ്. മിഹിർ ഭോജിൻ്റെ സമയത്ത് വന്ന അറേബ്യൻ സ്കോളറാണ് സുലൈമാൻ. അടുത്ത റൂളർ മഹേന്ദ്രപാല്. മഹേന്ദ്രപാല് പേരിൽ പാലുണ്ടെങ്കിലും ഒരു ഗുർജർ പ്രതിഹാര റൂളറാണ്. അദ്ദേഹത്തിൻ്റെ കോട്ട് പോയറ്റും അതുപോലെ തന്നെ ഡ്രമാറ്റിസ്റ്റും ഒക്കെ ആയിരുന്ന ആളാണ് രാജശേഖര. അടുത്തത് മൂന്നാമത്തെ പാലാസ്. പാല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് 2 ആളുകളുടെ പേരാണ് ഗോപാലിയും ധർമ്മപാലിയും. പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ഗോപാല. അപ്പോൾ ആ പേരിൽ തന്നെ കിട്ടും, പാല ഗോപാല. അദ്ദേഹത്തിൻ്റെ മകനാണ് ധർമ്മപാല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് ഒരുപാട്. നളന്ദ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഈ വിക്രംശില, തക്ഷശില എന്നൊക്കെ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നത് ഈ പാൽ ഡൈനാസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ ഓദാന്തപുരി യൂണിവേഴ്സിറ്റി ഗോപാല, അതുപോലെ വിക്രംശില യൂണിവേഴ്സിറ്റി ധർമ്മപാല. അപ്പോൾ ഗോപാല ഓന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോപാല ഓദാന്തപുരി, ധർമ്മപാല വിക്രംശില. അപ്പോൾ ധരംപാൽ യൂണിവേഴ്സിറ്റി എന്നും പറയും, വിക്രംശില. അപ്പോൾ ധർമ്മ വിക്രം, ഗോപാല ഓദാന്തപുരി. 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നളന്ദ യൂണിവേഴ്സിറ്റി കുമാരഗുപ്തനാണ്, ഗുപ്ത ഡൈനാസ്റ്റി. അപ്പോൾ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് വല്ലഭി യൂണിവേഴ്സിറ്റി മൈത്രകാസാണ്, ഗുജറാത്തിലുള്ള വല്ലഭി യൂണിവേഴ്സിറ്റി. നമ്മളെ നളന്ദ യൂണിവേഴ്സിറ്റി ഗുപ്താസ്, കുമാരഗുപ്ത. അപ്പോൾ അതുപോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റിയാണ് ഈ ഓദാന്തപുരിയും വിക്രംശിലയും. ഓദാന്തപുരി എന്ന് പറയുമ്പോൾ ഓടുക എന്നുള്ള വാക്ക് കിട്ടും. അതിൽ നിന്ന് ഒന്നിക്കിൽ പിന്നെ ഗോപാലൻ എന്ന് പറയുമ്പോൾ പശുവിനെ വളർത്തുന്ന, പരിപാലനം നടത്തുന്ന ആളാണ്. അപ്പോൾ പശുവിൻ്റെ പിറകിൽ ഓടുന്ന ഒരു കുട്ടീൻ്റെ ചിത്രം ഓർമ്മിക്കുക. അല്ലെങ്കിൽ ഞാൻ ഓർമ്മിക്കില്ല, ക്രേസി ഗോപാലിൽ ദിലീപ് ഓടുമ്പം ഉള്ളൊരു പാട്ടുണ്ട്, ഗോപാല എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഓദാന്തപുരി ഓടുക ഗോപാല. പിന്നെ ധർമ്മപാല വിക്രംശില. ഒന്നിക്കിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫേൻ്റെ ധർമ്മേന്ദ്ര കഥാപാത്രത്തിന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര, അതുപോലെ മറ്റൊരു കഥാപാത്രം വിക്രം. അല്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കലാണ്. അപ്പോൾ ധർമ്മം എടുക്കുന്ന ആളായിട്ട് വിക്രമിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഓർമ്മിച്ച് കഴിഞ്ഞാലും കിട്ടും. വിക്രംശില, ധർമ്മപാൽ. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ഫൗണ്ടറും. പാല യൂണിവേഴ്സിറ്റിയിലെ 2 റൂളേഴ്സാണ് ഈ 2 യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. ധർമ്മപാലേൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഹി ഓൾസോ ഡിഫീറ്റഡ് ഇന്ദ്രയുദ്ധ് ആൻഡ് കോൺഗേർഡ് കനൗജ് ഫോർ ബ്രീഫ് ടൈം. അതായത് കനൗജിൽ കുറച്ച് സമയത്ത് ഈ ധർമ്മപാല അധികാരം എടുത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ ഈ ഫാമിലി ട്രീയിലെ ഓരോ ടൈം പീരീഡിൽ വന്ന റൂളേഴ്സാണ്. ഗോപാലയ്ക്ക് ശേഷം ധർമ്മപാല, അതിന് ശേഷം ദേവപാല, പിന്നെ മഹിപാൽ, രാംപാൽ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ, ഗോപാലയുടെ ഗ്രാൻഡ് സൺ ആണ് ദേവപാൽ, ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്. ഇത് ഓർമ്മയുണ്ടാവും. ഗോപാല പാല റൂളറിൻ്റെ ഫൗണ്ടർ, അദ്ദേഹത്തിൻ്റെ മകൻ ധരംപാൽ, അദ്ദേഹമാണ് വിക്രംശില യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. അതിന് ശേഷം വരുന്ന മകനാണ് ദേവപാൽ, പിന്നെ മഹിപാൽ, രാംപാൽ അഥവാ നായ്പാൽ. അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ. പാൽ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഇവർ ബുദ്ധിസം സ്വീകരിക്കുന്ന ആളുകളാണ് കൂടുതലും. നമ്മുടെ ഇന്ത്യയിൽ ഈ ബംഗാൾ ഭാഗത്തുള്ള ആളുകൾ. അപ്പോൾ അതാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, കനൗജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതാണ്. ബംഗാൾ ഭാഗത്ത് പാലാസ്, ഗുജറാത്തിൻ്റെ ഈ ഭാഗത്ത് ഗുർജർ പ്രതിഹാരാസ്, സൗത്തിൽ
രാഷ്ട്രകൂടാസ്. ഇവർ 3 പേരും കനൗജ് എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ക്യാപിറ്റൽ ആയ ആ സമയത്തെ കനൗജിൽ അധികാരം പിടിക്കാൻ വേണ്ടി നടത്തുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ട്രഗിളാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ, ദ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഹാപ്പൻഡ് എമംഗ് പാലാസ്, ഗുർജർ പ്രതിഹാരാസ് ആൻഡ് മൂന്നാമത്തെ ആളാരാന്നുള്ളത് ആൻസർ രാഷ്ട്രകൂടാസ്. ദ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഹാപ്പൻഡ് എമംഗ് പാലാസ്, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഗെയിൻ കൺട്രോൾ ഓവർ കനൗജ്. കനൗജ് എന്ന് പറയുന്നത് എന്ന സ്ഥലത്തിൽ to gain control over Kanauj, the tripartite struggle was fought between which of the following dynasties? Pallava, Pandya, Chola. Answer Pradihara, Gurjar Pradihara, Rashtrakuda, Pala. This CGL question. Of which of the following Pradihara kings was Rajashekara, the famous poet and dramatist, the court poet? അതായത് രാജശേഖര എന്ന് പറയുന്ന ആൾ ഏത് പ്രതിഹാര കിങ്ങിൻ്റെ കോഡ് പോയറ്റ് ആയിരുന്നു? രാജശേഖര എന്ന് പറയുന്നത് മഹേന്ദ്രപാൽ. അപ്പോൾ ഇവിടെയായിരുന്നു പറഞ്ഞത് പ്രതിഹാര കിങ് ആണ്, പക്ഷേങ്കിൽ പേരിൽ പാലുണ്ട്, പക്ഷെ പാല ഡൈനാസ്റ്റിയിലെ കിങ് അല്ല. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. മഹേന്ദ്രപാൽ എന്ന് പറയുന്നത് രാജശേഖരനായിരുന്നു കോഡ് പോയറ്റും ഡ്രാമറ്റിസ്റ്റും. അദ്ദേഹം ഒരു പ്രതിഹാര കിങ് ആണ്. CGL 2023. The famous tripartite struggle അഥവാ കനൗജ് ട്രയാങ്കിൾ for supremacy occurred between which of the following powers? Gurjar Pradihar, Rashtrakuda, Pala. The tripartite struggle was between Gurjar Pradiharas in North India. നോർത്ത് ഗുജറാത്ത് ഈ ഒരു ഭാഗത്തുള്ളത് ഗുർജർ പ്രതിഹാരാസ്. പാലാസ് ഇൻ ഈസ്റ്റ് ഇന്ത്യ, ബംഗാളിൽ പാലാസ്. ആൻഡ് ഡാഷ് ഇൻ സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലുള്ളത് രാഷ്ട്രകൂടാസ്. Which of the following Gurjar Pradihara king was highly praised by the Arabian scholar Suleiman? സുലൈമാൻ എന്ന് പറയുമ്പോൾ മിഹിർഭോജി. അതായത് ഏത് ഗുർജർ പ്രതിഹാര കിങ്ങാണ് സുലൈമാൻ എന്ന് പറയുന്ന അറേബ്യൻ സ്കോളർ പ്രൈസ് ചെയ്തത്? ഫോർ കീപ്പിംഗ് ഹിസ് എംപയർ സേഫ് ഫ്രം റോബേഴ്സ്. ഗുർജർ പ്രതിഹാരയിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് നാഗഭട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റൂളറാണ് മിഹിർഭോജി. ഈ നാഗഭട്ട് ഫൗണ്ടർ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗുർജർ പ്രതിഹാര എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രതികാരം എന്നുള്ളൊരു വാക്ക് കിട്ടും. ഈ പഴയ കഥകളിലെല്ലാം ഉണ്ടാവും നാഗത്തിൻ്റെ പക, പാമ്പിൻ്റെ പക എന്ന് പറയും. അപ്പോൾ പകയുള്ളവരാണ് പ്രതികാരം വീട്ടുക. നാഗഭട്ടാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഗുർജർ പ്രതിഹാരയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് നാഗഭട്ടാണ്. അപ്പോൾ അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നാഗം എന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാത്ത പകയാണെന്നാണ് പറയുക. പഴയ മുത്തശ്ശിക്കഥയിലൊക്കെ പാമ്പിൻ്റെ പക വലിയൊരു സിമ്പിളായിട്ട് പലപ്പോഴും കാണിക്കലുണ്ട് പഴയ സിനിമയിലൊക്കെ. അപ്പോൾ നാഗത്തിൻ്റെ പകയാണ് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് പ്രതികാരം വീട്ടുക. പകയുള്ളവർ പ്രതികാരം വീട്ടുന്നുള്ളത്. ഇപ്പോൾ ഗുർജർ പ്രതിഹാര, അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രതികാരം നാഗം പ്രതികാരം വീട്ടും. നമ്മൾ പാമ്പിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മിച്ച് വെച്ചിട്ട് വീണ്ടും പ്രതികാരം വീട്ടുമെന്ന് പറയലുണ്ട്. അപ്പോൾ ഗുർജർ പ്രതിഹാരാസിൻ്റെ ഫൗണ്ടറാണ് നാഗഭട്ട. നാഗഭട്ട 1 ഫൗണ്ടർ, അതിനുശേഷം നാഗഭട്ട 2 വരുന്നു. അദ്ദേഹമാണ് ധർമ്മപാലേനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചു കാലം കനൗജ് ഭരിക്കുന്നുണ്ട്. നാഗഭട്ട 2. അതിനുശേഷം വരുന്നതാണ് മിഹിർഭോജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ. അദ്ദേഹത്തിൻ്റെ സമയത്താണ് സുലൈമാൻ സന്ദർശിക്കുന്നത്. Who among the following founded Gurjar Pradihara dynasty after winning Kanauj in the tripartite struggle? അപ്പോൾ പ്രതിഹാരാസ്, പ്രതികാരം എന്ന് പറയുമ്പോൾ പക വെച്ച് നീട്ടിയിട്ടാണ് പ്രതികാരം വീട്ടുക. അപ്പോൾ പകയുള്ളത് നാഗം, പാമ്പിൻ്റെ പക. പ്രതിഹാരാസ് ഹു ഫസ്റ്റ് ഹാഡ് ദർ ക്യാപിറ്റൽ അറ്റ് ബീൻമാൽ, അപ്പോൾ ഗെയിൻഡ് പ്രോമിനൻസ് ഡ്യൂറിങ് ദ റൂൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CGL ക്വസ്റ്റ്യൻ ആണ്. The Pradiharas who first had their capital at Beenmal gained prominence during the rule of. അതായത് ക്വസ്റ്റ്യൻ ഫൗണ്ടർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ അത് ആ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഹു
അണ്ടർ വിച്ച് കിങ്സ് പ്രതിഹാരാസ് ഗെയിൻഡ് പ്രോമിനൻസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഗെയിൻഡ് പ്രോമിനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ് ഫൗണ്ടർ എന്നുള്ളത്. നാഗഭട്ട ഫസ്റ്റ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വാസ് ഫൗണ്ടഡ് ബൈ പാലാ റൂളേഴ്സ്. അപ്പോൾ പാലാ റൂളേഴ്സിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗോപാല. അതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട റൂളറാണ് ധർമ്മപാല. ഇവർ രണ്ടുപേരും ഓരോ ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നുണ്ട്. ഗോപാല എന്ന് പറയുമ്പോൾ ഓ എന്ന് പറയുമ്പോൾ ഓദാന്തപുരി. അപ്പോൾ ഒന്നുകിൽ ദിലീപിൻ്റെ ക്രേസി ഗോപാലിലെ ഒരു സിനിമയുണ്ട്, ഗോപാല എന്ന് വെച്ചാൽ. അപ്പോൾ ഓദാന്തപുരി, ഗോപാല ഓദാന്ത. അടുത്തത് ധരം എന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ വരൽ കൊച്ചിൻ ഹനീഫേൻ്റെ മറ്റേ ധർമ്മേന്ദ്രയാണ്. അപ്പോൾ അതൊരു സിനിമാ നടൻ്റെ പേരാണ്, സിനിമാ ക്യാരക്ടറുടെ പേരാണ്. അപ്പോൾ അതുപോലെ തമിഴ് സിനിമാ നടൻ വിക്രത്തിനെ ഓർമ്മിക്കുക. അപ്പോൾ ധർമ്മപുരി വിക്രം, അല്ലെങ്കിൽ വിക്രം മറ്റേ കൂന് വരുന്ന ഒരു സിനിമയുണ്ടല്ലോ, അപ്പോൾ അതിൽ വിക്രം ഭിക്ഷയാചിക്കുന്നത് പോലെയുള്ളൊരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുക, ധരംപാല വിക്രം. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പാലാ റൂളേഴ്സ് ഫൗണ്ട് ചെയ്ത യൂണിവേഴ്സിറ്റികൾ ഈ ഓപ്ഷനിൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ വിക്രംശില, ധർമ്മപാല. ആൻസർ വിക്രംശില. നളന്ദ യൂണിവേഴ്സിറ്റി ഗുപ്താസാണ്, കുമാരഗുപ്തനാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. വല്ലഭി എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ളതാണ്, അത് മൈത്രക ഡൈനാസ്റ്റിയാണ് സ്ഥാപിക്കുന്നത്. വല്ലഭി എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ എന്തായാലും പാലാസ് ഉണ്ടാവില്ല. പാലാസ് എന്ന് പറയുന്നത് ഈ ബംഗാൾ ഏരിയയിലുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗുജറാത്തിലുള്ളവരുണ്ടാവില്ലല്ലോ. തക്ഷശില ഇന്നിപ്പം പാകിസ്ഥാനിലുള്ള തക്ഷശില യൂണിവേഴ്സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദ പാലാ ഡൈനാസ്റ്റി ഇൻ 8th century. പാലാ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ഗോപാല. ധർമ്മപാല ഈസ് നോൺ ടു ഹാവ് ഫൗണ്ടഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് നിയർ ബഗൽപൂർ ഇൻ ബീഹാർ. അപ്പോൾ പുതിയൊരു പോയിന്റും കൂടെ കിട്ടി. ധർമ്മപാല എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര. സിനിമാ നടൻ വിക്രംശില. അപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടിയത് വിക്രംശില ഉള്ളത് ബീഹാറിലാണ്. ആ സിറ്റീൻ്റെ പേര് ആണ് ബഗൽപൂർ. സിറ്റിയിലാണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. ഫൗണ്ടർ ധർമ്മപാല ഡൈനാസ്റ്റി. അണ്ടർ വിച്ച് ഓഫ് ദ പാലാ കിങ്സ് പാട്രണേജ് ദ വിക്രംശില യൂണിവേഴ്സിറ്റി ഇൻ 8th century വാസ് ഫോംഡ്. The Pala rulers achieved their domination in which province of India? Pala rulers achieved their domination in which province? ഇന്ത്യയുടെ ഏത് ഭാഗത്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗം ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്രതിഹാരാസ്, സൗത്ത് ഭാഗത്ത് രാഷ്ട്രകൂടാസ്, ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് ആണ് പാലാസ്. കാശ്മീർ അല്ല, ആസാം അല്ല, ഒറീസ അല്ല. ആൻസർ ബംഗാൾ. ഹൂ എമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് വാസ് പാർട്ട് ഓഫ് ദ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഫോർ ദ പൊസഷൻ ഓഫ് കനോജ്. ഹൂ എമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് വാസ് എ പാർട്ട് ഓഫ് ദ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഫോർ ദ പൊസഷൻ ഓഫ് കനോജ്. ഇത് പാല ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ റൂളർ. ഗോപാലയ്ക്ക് ശേഷം വരുന്ന റൂളറാണ് ധർമ്മപാല. കനൗജിൽ ഇന്ദ്രയുദ്ധിനെ തോൽപ്പിച്ചുകൊണ്ട് കനൗജിൽ കുറച്ചു കാലത്തേക്ക് ഭരണം പിടിക്കുന്നുണ്ട്. ആൻസർ ധർമ്മപാല. വിച്ച് പാല റൂളർ ടെമ്പററിലി ഒക്കുപ്പൈഡ് കനൗജ്. ആൻസർ ധർമ്മപാല. ഗോപാലയാണ് ഫൗണ്ടർ, ധർമ്മപാലയാണ് അതിന് ശേഷം അധികാരം പിടിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ദേവപാല. ഗോപാല, അദ്ദേഹത്തിൻ്റെ മകൻ ധർമ്മപാല, അതിന് ശേഷം വരുന്നതാണ് ദേവപാല. ഇയാളുടെ ഗ്രാൻഡ് സൺ ആണ് ദേവപാല. അടുത്ത ക്വസ്റ്റ്യൻ റെയിൽവേൻ്റെ ക്വസ്റ്റ്യനാണ്, RPFൻ്റെ. അറേഞ്ച് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ദ പാല ഡൈനാസ്റ്റി ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ആദ്യം ആര് വന്നു പിന്നെ ആര് വന്നു എന്നുള്ളത്. അപ്പോൾ ഫൗണ്ടർ ഗോപാല, ഓപ്ഷനിൽ ഗോപാലി ഇല്ല. പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ധർമ്മപാല. പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ദേവപാല. അപ്പോൾ
പിന്നെ മഹിപാൽ. അപ്പോൾ ഗോപാൽ, ധർമ്മപാൽ, ദേവ്പാൽ, മഹിപാൽ. അടുത്തത് which of the following statements about Pala dynasty of Eastern India is incorrect? Devpal was the grandson of Gopal. Gopal, Dharmapal, Devpal. അപ്പോൾ grandson correct. ധർമ്മപാല ഫൗണ്ടഡ് വല്ലഭി യൂണിവേഴ്സിറ്റി. അപ്പോൾ വല്ലഭി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ബംഗാളിലുള്ളവരെന്തായാലും ഗുജറാത്തിലെ വല്ലഭി യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. ധർമ്മപാല ഫൗണ്ട് ചെയ്യുന്നത് ധർമ്മേന്ദ്ര, കൊച്ചിനീഫ, സിനിമാ നടൻ, വിക്രം ശില യൂണിവേഴ്സിറ്റി. അതിന് ജസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പാല കിങ്സ് വെർ ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം. അപ്പോൾ ഒരു പോയിന്റും കൂടി കിട്ടി. പാല റൂളേഴ്സ് ബുദ്ധിസം ഫോളോ ചെയ്യുന്നവരാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗോപാല. വിച്ച് ഓഫ് ദ ഫോളോയിങ് രാഷ്ട്രകൂടയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് രാഷ്ട്രകൂട റൂളേഴ്സ് പെർഫോംഡ് ദ സെറിമണി കോൾഡ് ഹിരണ്യഗർഭ? ആൻസർ ദന്തി ദുർഗയാണ് രാഷ്ട്രകൂടാസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സെറിമണി ഹിരണ്യഗർഭയാണ്. ഹിരണ്യഗർഭ എന്ന് പറയുന്നത് ഗോൾഡൻ വൂമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ സമയത്തെല്ലാം ഈ ഇപ്പോൾ നമ്മുടെ ഈ ക്ഷത്രിയാസാണ് മെയിനായിട്ടുള്ളൊരു റൂളർ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ഷത്രിയനായിട്ട് ഒരു റീബർത്ത് നടന്നു എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കൽ റിച്വലാണ് ഈ ഹിരണ്യഗർഭ അഥവാ ഗോൾഡൻ വൂമ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്വർണത്തിൻ്റെ ഒരു പാത്രം, അതിൻ്റെ സിംബലൈസ് ചെയ്യുന്നത് അതൊരു ഗർഭപാത്രമായിട്ട്. അപ്പോൾ അതൊരു ബ്രാഹ്മണന് കൊടുക്കുന്ന ഒരു പൂജ. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്ക് ഇവരൊരു ക്ഷത്രിയനായി പുനർജന്മം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിംബലൈസ് ആയിട്ട്. അപ്പോൾ ഒരു റൂളറിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പരിപാടി, അതാണ് ഈ ഹിരണ്യഗർഭ. അപ്പോൾ ഇത് ചെയ്ത റൂളറിൻ്റെ പേരാണ് രാഷ്ട്രകൂട ഫൗണ്ടർ ആയിട്ടുള്ള ദന്തി ദുർഗ. അപ്പോൾ ചാലുക്യാസിനെ തോൽപ്പിച്ച് രാഷ്ട്രകൂട ഡൈനാസ്റ്റി സ്ഥാപിച്ച ആളാണ് ദന്തി ദുർഗ. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയത് കനൗജ് ട്രയാങ്കിൾ അഥവാ ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. ട്രൈ എന്ന് പറയുമ്പോൾ 3, പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് 3 ആൾക്കാർ. ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. ഈസ്റ്റിൽ നോർത്തിൽ ഗുർജർ പ്രതിഹാർ, പാലാസ്, രാഷ്ട്രകൂടാസ്, അവരെ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട റൂളേഴ്സും അതിൻ്റെ ഫൗണ്ടേഴ്സും.